എൻ്റെ പേര് കാശിനാഥ്. കാശിനാഥ് മഹാദേവൻ. ദേവമംഗലം തറവാട്ടിലെ മഹാദേവൻ്റെയും ലക്ഷ്മിയുടെയും മകൻ. ഇനിയൊന്ന് ഓർത്തു നോക്കിയേ അറിയുമോന്ന്, എവിടെ വെച്ചാണ് കണ്ടതെന്ന്. ആനന്ദ് ഒരു നിമിഷം ഞെട്ടി നിന്നു. ശേഷം വാസുദേവനെ ഒന്ന് നോക്കി. അയാളുടെ മുഖത്തും ഭയം നിഴലിച്ചിരുന്നു. ആനന്ദ് കാശിയുടെ നീട്ടിപ്പിടിച്ച കൈയിലേക്കും അവൻ്റെ മുഖത്തേക്കും മാറി മാറി നോക്കി. ശേഷം ആ കൈ തട്ടി മാറ്റി അവനെ കെട്ടിപ്പിടിച്ചു. വാസുദേവനും നിറഞ്ഞു വന്ന കണ്ണ് തുടച്ചു നിന്നു. മഹാദേവൻ്റെ മകനാണോ നീ? എനിക്ക് മനസ്സിലായില്ലല്ലോ മോനെ നിന്നെ. നീ ക്ഷമിക്കെന്നോട്. വാസു, നോക്കടാ, നമ്മുടെ മഹിയുടെ മോനാണെന്നിത്. കാശിയുടെയും മനുവിൻ്റെയും മുഖത്ത് നിറഞ്ഞ ചിരി തന്നെയായിരുന്നു. മഹി ഇപ്പോൾ എവിടെയുണ്ട് മോനെ? ഞങ്ങൾക്ക് അവനെ കാണണം. എത്ര വർഷമായി ഒരു ബന്ധവുമില്ലാതെ. അത്രയും പറഞ്ഞപ്പോഴേക്കും വാസുദേവൻ കരഞ്ഞു പോയിരുന്നു. അച്ഛൻ ഇവിടെ നാട്ടിൽ തന്നെയുണ്ട്. ആദ്യം ഞാൻ വന്ന് നിങ്ങളെ കണ്ടതിനു ശേഷം അച്ഛൻ വരാമെന്ന് കരുതിയിട്ടാണ്. ഉടനെ തന്നെ അച്ഛനും ചെറിയച്ഛനും വരും ഇവിടേക്ക്, അവരുടെ ആനന്ദനെയും വാസുവേട്ടനെയും കാണാൻ. ചെറിയച്ഛൻ സൂര്യനല്ലേ? ഞങ്ങളുടെ സൂര്യൻ. അവനെവിടെയുണ്ട്? അവനുമുണ്ടോ ഇവിടെ? ഇല്ല, അച്ഛനിവിടെയില്ല. ഉടനെ തന്നെ വരും. നിങ്ങളിവിടെ ഉണ്ടെന്ന് അറിയിച്ചിട്ടില്ല. അറിഞ്ഞിരുന്നെങ്കിൽ എപ്പോഴേ പറന്നെത്തിയേനെ. വാസുദേവൻ്റെ ചോദ്യത്തിന് മനുവാണ് ഉത്തരം പറഞ്ഞത്. ഇത് മനുവാണ്. മനു, അഭിമന്യു ആണോ ഇത്? അതെ, അഭിമന്യു സൂര്യനാഥ്. ദേവമംഗലത്ത് സൂര്യനാഥിൻ്റെയും സീതയുടെയും മകൻ. വാസുദേവന് ആനന്ദം അവനെ അത്ഭുതത്തോടെ നോക്കിയ ശേഷം അവനെയും ഒന്ന് പുണർന്നു. വാ മക്കളെ, നിങ്ങൾ അകത്തേക്ക് വാ. ഇതുവരെ അകത്തേക്ക് വിളിച്ചില്ലല്ലോ. നിങ്ങളെ കണ്ട സന്തോഷത്തിൽ മറന്നതാ. വാ. ആനന്ദ് അവരെയും കൂട്ടി ഉള്ളിലേക്ക് നടക്കാൻ തുടങ്ങിയപ്പോഴേക്കും കാശിയുടെ ഫോൺ റിങ് ചെയ്തു. മഹാദേവനായിരുന്നു വിളിച്ചത്. ഹലോ അച്ഛ, ഇവിടെ ഉണ്ട്, ഞാൻ കൊടുക്കാം. കാശി ഫോൺ അറ്റൻഡ് ചെയ്ത് ആനന്ദിന് നേരെ നീട്ടി. അയാൾ കൈ നീട്ടി ആ ഫോൺ വാങ്ങി. ശേഷം അത് ചെവിയിൽ വെച്ചു. അദ്ദേഹത്തിൻ്റെ കൈ നന്നായി വിറയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും വാസുദേവൻ ഫോൺ വാങ്ങി ലൗഡ് സ്പീക്കറിലിട്ടു. അവർ ഫോണും കൊണ്ട് മാറി നിന്ന സമയം കാശി തിരിഞ്ഞ് ആദിയെ ഒന്ന് നോക്കി. അവളുടെ കണ്ണ് നിറഞ്ഞിരിക്കുന്നത് കണ്ട് അവൻ്റെ നെഞ്ചൊന്ന് പിടഞ്ഞു. കാശി ആദിക്ക് നേരെ തിരിഞ്ഞു. എന്തിനാ കണ്ണു നിറച്ചേ? മറുപടിയില്ലാതെ പിന്നെയും കണ്ണു നിറയുന്നത് കണ്ടപ്പോൾ അവന് തൻ്റെ ചങ്കിൽ നിന്ന് ചോര പൊടിയും പോലെയാണ് തോന്നിയത്. പറയ്, എന്താ കാര്യം? അപ്പോഴേക്കും മനു കാത്തുവിനെയും കൊണ്ട് അവിടെ നിന്ന് മാറി നിന്നിരുന്നു. അവളും കരയുക തന്നെയായിരുന്നു. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇപ്പം ഇതൊന്നും. അച്ഛനും വാസു അച്ഛനും ഇപ്പോഴും പറഞ്ഞു വിഷമിക്കും. അവരുടെ മഹിയെയും സൂര്യനെയും കുറിച്ച് പറഞ്ഞിട്ട്. കണ്ട ഓർമ്മയില്ലെങ്കിലും ഞാനും കാത്തും ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് മഹി അച്ഛനെയും സൂര്യച്ഛനെയും കണ്ടു കിട്ടണമെന്ന്. അത് ബന്ധുക്കളോ സ്വന്തക്കാരോ ആരുമില്ലാതെ വളർന്നതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും ഉണ്ടായെങ്കിൽ എന്നുകൂടെ ആഗ്രഹിച്ചിട്ടാണ്. ഇപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി, അതാ ഞാൻ. അത്രേ ഉള്ളൂ? അതിനാണോ ഏട്ടൻ്റെ ആരൂട്ടിങ്ങനെ കണ്ണു നിറച്ചേ? ആരുണ്ടെങ്കിലും ആരില്ലെങ്കിലും നിനക്ക് ഞാനില്ലടി പെണ്ണേ കൂടെ. എൻ്റെ പെണ്ണിനതുപോലെ. ഇനി അങ്ങോട്ടെന്നും എന്തിനും ഞാനുണ്ട് കേട്ടോ. ഇനിയൊന്നും എൻ്റെ പേരിലും ഈ കണ്ണ് നിറയരുത്, കേട്ടല്ലോ? കാശി പറയുന്നത് കേട്ട് കണ്ണുമഴിച്ച് നിൽക്കുകയാണ് ആദി. കാശിക്ക് അവളുടെ നിൽപ്പ് കണ്ട് ചിരി വന്നെങ്കിലും അവനത് പുറത്ത് കാണിച്ചില്ല. അപ്പോഴേക്കും കാത്തുവും മനുവും അവർക്കടുത്തേക്ക് വന്നിരുന്നു. അതെ, ബന്ധുക്കളൊക്കെ ശരി. പക്ഷേ ഓഫീസിൽ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ച രണ്ടെണ്ണത്തിൻ്റെയും ചെവി ഞാൻ പൊന്നാക്കും. പ്രത്യേകിച്ച് നിന്റെ. കേട്ടോടി കാറിത്തുപ്പി. മനു പറഞ്ഞത് കേട്ട് കാത്തു പല്ല് കടിച്ചു. അപ്പോഴേക്കും ആനന്ദും വാസുദേവനും സംസാരം കഴിഞ്ഞെത്തിയിരുന്നു. കണ്ണ, അങ്ങനെ വിളിക്കാലോ അല്ലേ? നിനക്ക് ഞാനിട്ട പേരാണ് കണ്ണനെന്ന്. മനുക്കുട്ടന് അഭിമന്യു എന്ന് പേര് പറഞ്ഞതും ഞാനും വാസുവും കൂടിയാണല്ലേടാ? അതെ, ഇപ്പോൾ കുഞ്ഞാപ്പികളൊക്കെ വളർന്ന് ഞങ്ങൾക്കൊപ്പം എത്തിയല്ലോ. എന്തായാലും കണ്ടല്ലോ, അത് മതി. അതിനു വലിയ ആഗ്രഹങ്ങളൊന്നും ഞങ്ങൾക്കിനി ബാക്കിയില്ല, അല്ലടാ ആനന്ദു? മഹി വൈകിട്ടിങ്ങ് വരും. സൂര്യനൊരു സർപ്രൈസ് ആവട്ടെ ഇതൊക്കെ. ഇപ്പം മക്കൾ അകത്തേക്ക് വാ. കാത്തു, ആദി, നിങ്ങൾ പോയി രാധികയെ വിളിച്ചിട്ട് വാ മക്കളെ അകത്തേക്ക്. ജ്യോതിയെ കാണണ്ടേ നിങ്ങൾക്ക്? അവർ രണ്ടാളും നിങ്ങൾക്ക് അമ്മ തന്നെയായിരുന്നു. നിങ്ങളെ പിരിയുന്നതിൽ ഒരുപാട് വിഷമിച്ചതും അവരായിരുന്നു. എന്ത് സന്തോഷം ഉണ്ടാകുമ്പോഴും നിങ്ങളെ അവർ ഓർക്കും. ഇന്നും നിങ്ങളുടെ ജനന തീയതി ഓർത്തു വെച്ച് അമ്പലത്തിൽ പോയി വഴിപാട് കഴിപ്പിക്കാറുണ്ട് അവർ രണ്ടുപേരും. കണ്ണനും മനുവും മാസവ്യത്യാസത്തിൽ ജനിച്ചവരല്ലേ? ഞങ്ങൾക്ക് ഓർമ്മയുണ്ട് മക്കളെയെല്ലാം. വാ അകത്തേക്ക് നടക്കും വഴി കാശിയൊന്ന് തിരിഞ്ഞു നോക്കി. അതേസമയം കാത്തോൻ്റെ വീട്ടിലേക്ക് നടന്ന ആദിയും തിരിഞ്ഞു നോക്കി. കാശി ചുണ്ട് കൂർപ്പിച്ച് ഉമ്മ എന്ന് കാണിച്ചു. ആദി ഞെട്ടി മുഖം തിരിച്ചു. പക്ഷേ അവളുടെ ചുണ്ടിൽ ഒരു ചെറിയ ചിരി മിന്നി മറയുന്നുണ്ടായിരുന്നു. ലക്ഷ്മി,
ഹാളിലേക്ക് വന്ന് മഹാദേവൻ ലക്ഷ്മിയെ വിളിച്ചു. എന്താ മഹിയേട്ടാ, ഞാൻ അവിടെ തുണി മടക്കുക. അത്രയും പറഞ്ഞപ്പോഴേക്ക് മഹാദേവൻ ലക്ഷ്മിയുടെ കവളിൽ ഒരു ഉമ്മ കൊടുത്തു. ലക്ഷ്മി ഞെട്ടി കവളിൽ കൈവച്ചു നിന്നു. ലച്ചു, എൻ്റെ അനന്തൂനെയും വാസുട്ടിനെയും കാശിയും മനുവും പോയി കണ്ടു. ഇപ്പോൾ ഞാൻ അവരോട് ഫോണിൽ സംസാരിച്ചു. ഇന്ന് വൈകിട്ട് നമുക്ക് അവിടേക്ക് പോകണം. സൂര്യന് സർപ്രൈസ് ആവും ഇതൊക്കെ. അവനിങ്ങോട്ടൊന്ന് വന്നോട്ടെ. അവന്മാരെ കൊണ്ട് ഞാൻ ചോദിപ്പിക്കുന്നുണ്ട്, എന്താ സൂര്യ ഇവിടെ നിൽക്കാത്തതെന്ന്. പണ്ട് മുതലേ അവർ പറഞ്ഞ അവനൊരു മറുവാക്കില്ല. സത്യമാണോ ഏട്ടാ? അവരെ കണ്ടോ? അപ്പോൾ ജ്യോതിയും രാധുവും? ആടി, അവരൊക്കെ അവിടെയുണ്ട്. നമുക്ക് വൈകിട്ട് അവനൊന്നും നിൽക്കണ്ട, ഇപ്പോൾ തന്നെ പോകാം. നീ റെഡിയായിക്കേ. ദാ ഇപ്പം റെഡിയാവാം. ലക്ഷ്മി അകത്തേക്ക് പോയപ്പോഴേക്ക് മഹി എഴുന്നേറ്റ് അവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിരുന്ന ആനന്ദിൻ്റെയും വാസുദേവൻ്റെയും ഫോട്ടോയിൽ നിന്ന് വിരലോടിച്ചു. കണ്ണിൽ നിന്ന് ഒഴുകി വന്ന ഒരു തുള്ളി അയാൾ കൈകൊണ്ട് തുടച്ചു മാറ്റി പുഞ്ചിരിച്ചു. ജ്യോതി, എടോ താനിങ്ങോട്ടൊന്ന് വന്നടോ. ഹാളിൽ കയറി കാശിയെയും മനുവിനെയും വാസുദേവൻ അരികിലിരുത്തി ആനന്ദ് ജ്യോതിയെ വിളിക്കുമായിരുന്നു. എന്തിനിങ്ങനെ വിളിക്കുന്നേ? ഞാൻ ഇവിടെയല്ലേ ഉള്ളത്. കയ്യിലെ വെള്ളം വിട്ടിരിക്കുന്ന ഡ്രസ്സിൽ തുടച്ച് ജ്യോതി ഹാളിലേക്ക് വന്നു. ഹാളിൽ ഇരിക്കുന്നവരെ കണ്ട് ഒരു നിമിഷം ഒന്ന് നിന്ന ശേഷം സംശയത്തോടെ ആനന്ദിനെ ഒന്ന് നോക്കി. വീണ്ടും കണ്ണുകൾ കാശിയിലും മനുവിലും തന്നെ തറഞ്ഞു നിന്നു. ഇവരെ ഞാൻ എവിടെയോ? വീണ്ടും ചോദ്യഭാവത്തിൽ ആനന്ദിനെ നോക്കി. അവിടെ നിറഞ്ഞ ചിരിയായിരുന്നു. സംശയിക്കേണ്ടടോ, ഒന്ന് കാണാൻ വേണ്ടി ഞാൻ നോമ്പ് നോറ്റി കാത്തിരുന്നവർ തന്നെയാണിത്. ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. ആനന്ദ് പറയുന്നത് കേട്ട് ഞെട്ടി ജ്യോതി വീണ്ടും കാശിയെയും മനുവിനെയും നോക്കി. പതിയെ അവർക്കടുത്തേക്ക് വന്നു. കണ്ണനാണോ? എൻ്റെ കണ്ണനാണോ ഇത്? അപ്പോൾ ഇത് മനുക്കുട്ടനാവുമല്ലേ? കണ്ണുകൾ നിറഞ്ഞൊഴുകുന്ന കൂട്ടത്തിൽ ചിരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു അവർ. കാശിയെയും മനുവിനെയും രണ്ട് കയ്യാലെ തന്നോട് പൊതിഞ്ഞു പിടിച്ചു ആ അമ്മ. ആ സമയം തന്നെയാണ് രാധികയും അങ്ങോട്ട് കയറി വന്നത്. ജ്യോതി കരയുന്നതൊക്കെ കണ്ട് ആകെ അന്തിച്ചു നിൽക്കുകയാണവർ. ആരൊക്കെയാണ് വന്നിട്ടുള്ളതെന്ന് ആദ്യവും കാർത്തുവും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാശിയുടെയും മനുവിൻ്റെയും നെറ്റിയിൽ ഓരോ ചുംബനം കൊടുത്ത് വിശേഷങ്ങൾ ചോദിക്കുന്ന തിരക്കിലായിരുന്നു ജ്യോതി അപ്പോഴും. നിനക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലേ? വന്ന് കണ്ണു നിറയെ കാണടി നിന്റെ ആൺമക്കളെ. ഞങ്ങൾ എന്തായാലും പറയുമ്പോൾ ചോദിക്കാനും പറയാനും 2 ആൺകുട്ടികളുണ്ടെന്ന് പറയാറില്ല നിങ്ങൾ? അവരാടി വന്നിരിക്കുന്നേ. വാസുദേവനിൽ നിന്ന് കേട്ട വാർത്തയിൽ തറഞ്ഞു നിന്നുപോയി രാധിക അവിടെ. പക്ഷേ പെട്ടെന്ന് തന്നെ ഓടി അവർക്കടുത്തേക്ക് ചെന്ന് അവരെ സ്നേഹിക്കുന്ന തിരക്കിലായിപ്പോയി അമ്മ. ജ്യോതിയുടെയും രാധികയുടെയും സ്നേഹച്ചൂടിൽ നിന്ന് പുറത്തു വരാൻ ലെവലേശം താല്പര്യമുണ്ടായിരുന്നില്ല കാശിക്കും മനുവിനും. തങ്ങളുടെ മുൻപിൽ നിന്ന് കരയുന്ന അമ്മമാരെ നെഞ്ചോടടക്കി പിടിച്ചവർ അവരുടെ സ്നേഹം അറിയിച്ചു. എങ്കിലും എൻ്റെ കണ്ണ, നിനക്കറിയായിരുന്നെങ്കിൽ ഒന്ന് വന്ന് കണ്ടൂടായിരുന്നു ഞങ്ങളെ? എത്ര നാളായി കണ്ടിട്ടെൻ്റെ മക്കളെ. ദേ മനുക്കുട്ടനെ നോക്കിക്കേ, ചെറുപ്പത്തിലെ കോല് പോലെ ഇരിക്കുന്ന ചെക്കനായിപ്പോതാ മസിലൊക്കെ വെച്ച് വലിയ ആളായി പോയി. കണ്ടോ രാധു? അതേ, നീ കുഞ്ഞിലെ നിന്റെ തോളത്തുനിന്ന് ഇറങ്ങില്ലായിരുന്നല്ലോ ഇവൻ. നീ വാരിക്കൊടുത്തല്ലേ ചോറ് കഴിക്കാറുള്ളായിരുന്നു. നിനക്ക് എവിടെ പോകേണ്ടി വന്നാലും അന്നിവൻ പട്ടിണി കിടക്കുമായിരുന്നു. ഞെരിഞ്ഞില് പോലെയാ അന്നിരുന്നത് മനുക്കുട്ടൻ. രാധിക പറയുന്നത് കേട്ട് മനു ചമ്മിക്കൊണ്ട് കാത്തൂനെ ഒന്ന് നോക്കി. അവിടെ കളിയാക്കിയുള്ള ചിരി കണ്ടവൻ പിന്നെയും ഒന്ന് ചമ്മിയെങ്കിലും പെട്ടെന്ന് തന്നെ ആ ചമ്മല് മറക്കാൻ അവളെ ഒന്ന് കളിപ്പിൽ നോക്കി. അതോടെ കാത്തു നോട്ടം മാറ്റി. കണ്ണൻ പിന്നെ അന്നും ആരോഗ്യം ശ്രദ്ധിക്കുന്ന കൂട്ടത്തിലായിരുന്നല്ലോ. ഞാൻ ആദ്യ ഗർഭിണിയായിരുന്നപ്പോൾ അവൻ്റെ പെണ്ണാണ് എൻ്റെ വയറ്റിലെന്നും പറഞ്ഞ് എത്ര ക്യാരറ്റും ഓറഞ്ചും ഒക്കെയാ എന്നെ കൊണ്ട് കഴിപ്പിച്ചേക്കുന്നേ. രാധുവിനെയും കൊണ്ട് കൊടുക്കും. അത് പക്ഷേ പെങ്ങളാണെന്നും പറഞ്ഞിട്ടായിരുന്നു. ഓർമ്മയുണ്ടോടാ അതൊക്കെ നിനക്ക്? അങ്ങനെയൊക്കെ ചെറിയ മനസ്സിലെ തന്നെ തോന്നിയപ്പോൾ ഞങ്ങൾ കരുതി ഒരിക്കലും ഞങ്ങളെ വിട്ട് എവിടെയും പോവില്ലെന്ന്. പക്ഷേ ജോ, വേണ്ടാട്ടോ, കണ്ണ് നിറയ്ക്കണ്ട. നിനക്ക് ഛർദിലല്ലായിരുന്നു ആദ്യ വയറ്റിലുണ്ടായിരുന്നപ്പോൾ. എന്നിട്ടും അവൻ കരഞ്ഞു ബഹളം വെച്ച് കഴിപ്പിക്കും. മനുക്കുട്ടൻ പിന്നെ ദേഷ്യമായിരുന്നു. ഗർഭിണിയായ പിന്നെ എനിക്ക് റെസ്റ്റ് പറഞ്ഞതുകൊണ്ട് അവനെ എടുക്കുന്നില്ലെന്നും പറഞ്ഞ് കുഞ്ഞ് വന്നു കഴിഞ്ഞാൽ കൊണ്ട് കളയാമെന്ന് വരെ പറഞ്ഞിട്ടുണ്ട് മനക്കുട്ടൻ. ദേണ്ട മനുക്കുട്ട, നീ കളയാന്ന് പറഞ്ഞ ആളാണാ നിൽക്കുന്നത്. കാർത്തൂനെ ചൂണ്ടിക്കാട്ടി രാധിക പറഞ്ഞപ്പോൾ മനു അവളെ നോക്കിയെന്ന് ഇളിച്ച് കാണിച്ചു. കാർത്തു കണ്ണു കൂർപ്പിച്ചൊന്ന് നോക്കിയപ്പോഴേക്കും മനു ചമ്മിയ ചിരിച്ചിരിച്ചു. കാശി ആദിയെ ഒന്ന് നോക്കി. കാശിയെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു ആദി. പെട്ടെന്ന് ഞെട്ടിക്കൊണ്ട് നോട്ടം മാറ്റി. അത് കണ്ടതും കാശിയുടെ ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരി തെളിഞ്ഞു. എങ്കിലും ഞങ്ങളെ കാണാൻ വന്നില്ലല്ലോ നിങ്ങൾ ഇത്രയും നാളും. മരിക്കും മുൻപ് നിങ്ങളെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് പേടിയായിരുന്നു ഞങ്ങൾക്ക്. ലക്ഷ്മിയേട്ടതിയും സീതയും പ്രസവിച്ചെന്നുള്ള ഞങ്ങളുടെ 2ആളുടെയും കയ്യിൽ കിടന്നാണ് നിങ്ങൾ വളർന്നത്. പിച്ച വെച്ചതെല്ലാം ഞങ്ങളുടെ കയ്യിൽ പിടിച്ച 2ആളെയും അക്ഷരം പഠിപ്പിച്ചതും ഞങ്ങളാണ്. അറിയാമോ നിങ്ങൾക്ക്?
ഞങ്ങളില്ലെങ്കിൽ നിങ്ങൾ രണ്ടാളും ഉറങ്ങുക പോലുമില്ലായിരുന്നു. എന്നിട്ടും എത്ര നാളാണ് നിങ്ങളെ കാണാതെ ജീവിച്ചത്. പദം പറഞ്ഞ് കരഞ്ഞ ജ്യോതിയെ കാശി ചേർത്ത് പിടിച്ചു. മനുവും രാധികയെ തന്നോട് ചേർത്തു. അയ്യേ, നിങ്ങളെന്താടോ ഇങ്ങനെ അവരെ ഇത്രയും നാളിന് ശേഷം കണ്ടിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാനുള്ള മനസ്സ് പോലും കാണിച്ചില്ലല്ലോ. അയ്യോ, ഞാനത് മറന്നു. ഇരിക്കും മക്കളെ, ഞങ്ങൾ പോയി കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. കുടിക്കുക മാത്രമല്ല, എന്തെങ്കിലും കഴിക്കുകയും വേണം. കാശിക്കും മനുവിനും മറുത്തൊന്നും പറയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ജ്യോതിയും രാധികയും പോയി അവർക്ക് കുടിക്കാനുള്ളതെല്ലാം എടുത്തു വന്നു. ഇതെന്താ ഇങ്ങനെ, രണ്ടാൾക്കും വേറെ വേറെയാണോ? ഒരു കളർ വ്യത്യാസം. ഒരു ഗ്ലാസ്സിൽ ജ്യൂസും ഒരു ഗ്ലാസ്സിൽ പാലും കണ്ട് വാസുദേവൻ ചോദിച്ചു. കണ്ണൻ പണ്ട് മുതലേ രാവിലെ പാല് കുടിക്കാറില്ലല്ലോ, ജ്യൂസല്ലേ അവന് പതിവ്. മനുക്കുട്ടന് പിന്നെ രാവിലെ ഒരു ഗ്ലാസ് പാല് നിർബന്ധമാണ്. തങ്ങളുടെ ശീലത്തെക്കുറിച്ചൊക്കെ അവർ പറയുന്നത് കേട്ട് കാശിയും മനുവും മനസ്സ് നിറഞ്ഞു ചിരിച്ചു. ആഹാരമൊക്കെ ആ രണ്ടമ്മമാരും ചേർന്നാണ് അവരെ ഊട്ടിയത്. എല്ലാം കഴിഞ്ഞ് പോകാൻ ഇറങ്ങിയപ്പോഴാണ് പ്രശ്നമായത്. എന്തൊക്കെ പറഞ്ഞിട്ടും കാശിയെയും മനുവിനെയും രണ്ടമ്മമാരും വിടുന്നില്ല. പിന്നെ വൈകുന്നേരം ഹാജർ വെച്ചിട്ട് വീട്ടിൽ പോകൂ എന്ന ഉറപ്പിന്മേൽ അവർ പോകാൻ സമ്മതിച്ചു. കാശിയും മനുവുമാണ് കമ്പനി ഹെഡെന്ന് അറിഞ്ഞതുകൊണ്ട് അമ്മമാർക്ക് രണ്ടാൾക്കും സന്തോഷമായിരുന്നു. കാർത്തൂനെയും ആദിയെയും കുറിച്ച് ഇനിയൊരു ടെൻഷനും വേണ്ടാന്ന് അവർക്ക് മനസ്സിലായിരുന്നു. കാശിയും മനുവും ആദിയെയും കാത്തുവിനെയും കൊണ്ട് കാർ ഓഫീസിലേക്ക് ഇറങ്ങിയപ്പോഴേക്കും ആ രണ്ടമ്മമാരും നോക്കി നിൽപ്പുണ്ടായിരുന്നു. തങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇനി തങ്ങളിൽ നിന്ന് പിരിക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അവർ.